ഇപ്പം ഞാൻ പോകുന്നത് പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ്റെ അടുത്തേക്കാണ്. അത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഈ വേസ്റ്റ് വളരെ മോശപ്പെട്ട കാര്യം. ഇത്രയും വർഷമായിട്ട് ഇത് തന്നെ പരിപാടി. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ കാണിച്ചു തന്നേക്കാം. വേൾഡിൽ ഡേർട്ടിയസ്റ്റ് കൺട്രിയിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് ഇന്ത്യയാണ്. മനസ്സിലായോ? ഫസ്റ്റ് സ്ഥാനം ബംഗ്ലാദേശ്. അത് മാറ്റാനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെയാണ് പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ. ഞാൻ എന്തിന് പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു 15 ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ടോ. അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ നിൽക്കാണ്ടോ. അവിടെ ഒരു ഹിന്ദു റിലീജിയനിൽ പെട്ട ഒരു ലേഡിനെ ഞാൻ പരിചയപ്പെട്ടു. അവരെ കല്യാണം കഴിച്ചേക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. 2017 അങ്ങോട്ട് കല്യാണം കഴിഞ്ഞു. ഈ 2024 ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാകിസ്ഥാനിൽ ഹിന്ദുസ് അവിടെ കുറേ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഞാൻ പാകിസ്ഥാൻ എന്ന രീതിയിലല്ല കാണുന്നത്. ഞാൻ പണ്ടത്തെ ഇന്ത്യ, അതായത് ബിഫോർ പാർട്ടീഷനിൽ ഇന്ത്യ, കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അതൊക്കെയും കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വെൽക്കം ടു നിഫി വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. നമ്മൾ ട്രെയിനിലൊക്കെ കയറിക്കാട്ടെ. രാവിലെ വെളുപ്പിന് 4:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അക്കുവാണ് കൊണ്ടാക്കിയത്. നേരെ ബൈക്കൊന്ന് ജയിച്ചിട്ട് നമ്മുടെ AC ബസ്സിൽ അത് വട്ടിട്ട് പിടിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. ആ ഡ്രൈവർ ഡോർ തുറന്നപ്പോൾ നടുക്കിലത്തെ ഡോറ് കൂടി തുറന്നു പോയി. എൻ്റെ ലഗേജൊക്കെ പുറത്ത് വീണ് ആൾക്കാരൊക്കെ ചൂടാകണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയാണ്, ഇന്റൻഷനലി എല്ലാവരും ആൾ തുറന്നേ, അറിയാതെ തുറന്നു, എല്ലാവർക്കും ക്ഷമിക്കുന്നു പറഞ്ഞു. അന്നെല്ലാം ആൾക്കാർ ഒച്ച ഉണ്ടാക്കുക ആ സമയത്ത്. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ അക്കു ആ ലഗേജ് എല്ലാം ഉള്ളിലേക്ക് കയറ്റി വെച്ച് അങ്ങനെ യാത്ര പറഞ്ഞ് നേരെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. വേറെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രെയിൻ ഭയങ്കര ലേറ്റാണ്. 1 മണിക്കൂറാണ് ലേറ്റ്. എന്തായാലും ഇന്ത്യൻ റെയിൽവേ അങ്ങനെ നമ്മൾ ഉറങ്ങിയിട്ടോ. ഉച്ചക്ക് 2 മണിയായിട്ടോ എഴുന്നേറ്റപ്പോ. നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് പുള്ളി പേര് അമൽ, അനീഷ്. ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. റീൽസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുകളിൽ ഇങ്ങനെ ഇരിക്കണേ, താഴത്തെ ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. പിറ്റേ ദിവസമായി, 2ാമത്തെ ദിവസമായി നമ്മുടെ ട്രെയിനിൽ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ, വഡോദര സ്റ്റേഷനാണ് കേട്ടോ. ഇവിടുന്ന് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ സൊമാറ്റോയിൽ ബുക്ക് ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് രാത്രി വേറെ ഫുഡ് ഓർഡർ ചെയ്ത് എത്തിച്ച് കഴിച്ച്. നമ്മൾ രാവിലെ തന്നെ വാങ്ങിച്ചേക്കണത് ഈ സാധനം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹിമാചല് തണുപ്പുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ കെറ്റിലൊരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ച് ചൂടാക്കാൻ കുടിക്കാൻ വേണ്ടി തൊണ്ടയ്ക്ക് ഉപകാരമാണ്. നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു കേട്ടോ. ഈ ബൈ ഉണ്ടായിരുന്നു, ഇരിനി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. आपका नाम बोलते? നിഷിക ശർമ്മ, നിർമ്മൽ ശർമ്മ. ആളടിപൊളിയാണ്ടോ. സേ ഹായ്. സേ ഹായ് ദി ഹായ്. ഇവരങ്ങനെ ഇറങ്ങാൻ കേട്ടോ. ദീദി ഓക്കെ, ടാറ്റാ ബൈ. ഇനി കാണാം. അങ്ങനെയാണ് യാത്രയിൽ ഇങ്ങനെ കുറേ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടാം. അതായത് നമ്മുടെ കൂടെ ഒരു പയ്യൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ എന്തുകൊണ്ടൊരു സാധനം കൊണ്ടുവന്നേക്കണേ. യുവിനെ എല്ലാവരും പഠിപ്പിച്ചിട്ട് അവൻ കളിപ്പിക്കുകയാണ്. അപ്പൊ യുവിനെ കളിച്ചോണ്ടിരിക്കുക. ഇതൊക്കെയാണ് ട്രെയിനിലൊരു ഫണ്ണ്. പേര് പറഞ്ഞോ? ഹായ് പറഞ്ഞ. ഇപ്പൊ കോഴിക്കോട് ഭാഷയിലൊന്നുമില്ല. വായ തുറന്ന കോഴിക്കോട് ഭാഷ മാത്രമേ ഉള്ളൂ. ഞാനാണോ? ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലോ അല്ലെങ്കിൽ അവസാനം ഞങ്ങൾ 2 പേരും തമ്മിലായി മത്സരം. ആദ്യത്തെ കളി ഈ പുള്ളി തോറ്റു. ഒരു അഹങ്കാരില്ല കേട്ടാ ഇത് കഴിക്കല്. അങ്ങനെ 2 ദിവസം നീണ്ടുന്ന യാത്ര തീരാറായി. ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഡിസംബർ മാസത്ത് നേരത്തെ എത്തിക്കണത്, കൃത്യസമയത്ത്. ഇനി അടുത്ത് നമ്മുടെ സ്റ്റേഷനെത്തും. ഇപ്പൊ നമ്മുടെ സെക്ടറും കാര്യങ്ങളവിടെ വെച്ചേക്കാം. ഇത് നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്, ഇന്ത്യൻ കോഫി ഹൗസിൽ ഇറക്കിയാണ്. പേര് പറഞ്ഞു. അങ്ങനെ നമ്മള് നിസാമുദ്ദീൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്റെ പൊന്നെ എന്ത് തണുപ്പാന്നറിയോ. നല്ല ഫോഗ് ഉണ്ട്. ഇപ്പോൾ 2 ദിവസം ഉണ്ടായൊരു പിരിയാണ്. അവിടെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പടക്കി ചിലപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ഋഷികേശൊക്കെ പോയി പടയ്ക്കാനുള്ള പരിപാടിയാണ്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ എളുപ്പമായിട്ട് മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കിയേ, തണുത്ത് വിറച്ചിരിക്കണുണ്ടോ. ആൾക്കാരേക്ക് പുതച്ച് പൊടി നടു റോട്ടിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. അപ്പൊ കുറച്ച് നാളത്തേക്ക് നമ്മൾക്ക് നോയിസ് പൊല്യൂഷൻ പറഞ്ഞില്ല, അതിനെ കുറച്ച് വ്ളോഗുകൾ നമുക്ക് നോയിസ് പൊല്യൂഷൻ എല്ലാം കേട്ടിട്ടുള്ളൊരു വ്ളോഗുകളായിരിക്കും ഡൽഹിയിലത്തെ. അങ്ങനെ അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി. ഇതാണ് അജു, എൻ്റെ സുഹൃത്ത്. ഞാൻ എപ്പോഴും ഡൽഹിയിൽ വരുമ്പോൾ ഈ പുള്ളി വർക്ക് ചെയ്യുന്ന ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്.
कैसे हो आप? मैं ठीक हूँ, आप ठीक हो? बढ़िया. ഇതാണ് ഡൽഹി. കണ്ടാ, നമ്മൾ പീസ്ഫുൾ പ്ലേസിൽ ജീവിച്ചിട്ട് ഇനി സൗണ്ട് പൊല്യൂഷനും എല്ലാം കാണുന്ന ഒരു ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഫുൾ ബ്ലോക്കാണല്ലോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടേക്ക് നടക്കണണ്ട. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇടിച്ചടിച്ചു അത്ര തന്നെ. കണ്ട ക്യാപ്പുണ്ട. ഇവിടെ ട്രാഫിക് നിയമത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്ന നിൽക്കത്തുള്ളൂ. ഇവിടെ പോവില്ല. അരെ ബൈ ഭയ്യ. എൻ്റെ പൊന്നെ, ഇത് എന്ത് കഷ്ടം അറിയോ. ഇത് പഹാഡ്ഗഞ്ച് സൈഡാണ്. പഹാഡ്ഗഞ്ച് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇവിടെ നിന്നാണ് എല്ലാ മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ള. അവിടെ ഒരു ഫോറിനറൊക്കെ ഉണ്ടോ, അവരൊക്കെ ഇതെന്ത് ഈ നോയ്സ് പൊല്യൂഷൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ടോ. ഈ ഡൽഹിയിലേക്ക് ഞാൻ എല്ലാ വർഷം വരുന്നത്. എനിക്ക് ഡൽഹി അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ജീവിച്ചിട്ട് ഒരു ക്രൗഡും പൊല്യൂഷനുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക തരം വൈബാണ്. അതുകൊണ്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വരുന്നത്. പിന്നെ ഡൽഹി വന്നാലാണ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ രാജസ്ഥാനും ഹിമാചലിലും പോകാനുള്ള പ്ലാനാണ്. ഇപ്പം ഞാൻ പോകുന്നത് പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ്റെ അടുത്തേക്കാണ്. അത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. കൂളിംഗ് ഗ്ലാസ് ഒന്ന് നോക്കിയട്ടെ, ജാടയ്ക്ക് വേണ്ടിയല്ല കേട്ടോ. നല്ല പൊല്യൂഷൻ ഉണ്ട്. കണ്ണിൽ ചെറിയ ചെറിയ പൊടികൾ അടിച്ചു കയറും. ഇതൊന്നും നോക്കി നിങ്ങൾ, ഒരു ചെറിയ പുകപ്പടലങ്ങൾ പോലെ തോന്നില്ലേ? അത് പുകപ്പടലല്ല, ഫോഗും അല്ല, ഇവിടുത്തെ പൊല്യൂഷനാണ്, എയർ പൊല്യൂഷൻ. എൻ്റെ പൊന്നു, എന്ത് സീനാന്ന് പറയൂ. നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് CP കൊണോട്ട് പ്ലേസ്. അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. രാവിലെ തന്നെ ആൾക്കാർ ഇവിടെ പഴങ്ങളും ഫുഡും കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ഫുഡ് പോയ്സൺ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ എനിക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഫുഡ് കഴിച്ച് എൻ്റെ വയർ മൊത്തം കംപ്ലൈൻറ്റാണ്. എൻ്റെ വയർ മൊത്തം കേടാ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട്. എനിക്ക് വല്ല രോഗം വരും. അതാണ് എൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയുടെ ഈ ഒരു ഭാഗം ഇത്രയും വർഷമായിട്ടും ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഈ ട്രാഫിക് നിയന്ത്രിക്കാനും ഒരു സിസ്റ്റം ഇവിടില്ല. പിന്നെ ഈ വേസ്റ്റ്, ഇത് വളരെ മോശപ്പെട്ട കാര്യം. ഇത്രയും വർഷമായിട്ട് ഇത് തന്നെ പരിപാടി. ഇന്ത്യയുടെ ഈ ഭാഗം ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ. കമൻ്റ് ഇട്ട ആൾക്കാർ കൊന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ കാണിച്ചു തന്നേക്കാം. വേൾഡിൽ ഡേർട്ടിയസ്റ്റ് കൺട്രിയിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് ഇന്ത്യയാണ്. മനസ്സിലായോ? ഫസ്റ്റ് സ്ഥാനം ബംഗ്ലാദേശ്. അത് മാറ്റാനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ഈ വീഡിയോയിൽ വല്ലവർക്കെങ്കിലും ഇതിനൊരു ഉൾവിളി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സൈക്കിൾമ കയറി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഇതൊരു സൈക്കിൾ റിക്ഷയാണ്. ഹോണടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോണടിയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഈ സൈക്കിൾ ഇദ്ദേഹം ചവിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് ക്രൂരത കാണിക്കണേന്ന്. ഇതൊരിക്കലും ഒരു ക്രൂരതയല്ല കേട്ടോ. കാരണം ഇവരുടെ ജോലിയാണ്. ഇവരുടെ കാലും കഴിക്കില്ല, അത്രയും പവറാണ്. ഇവർ ഇത് ചവിട്ടിയാണ് ജീവിക്കുന്നത്. നമ്മൾ കയറാതിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതമാർഗം ഉണ്ടാവും. നമ്മുടെ ബാക്കിൽ ഒരു ബസ് ഇരുന്ന് ഹോൺ അടിച്ചോണ്ടിരിക്കാൻ കേട്ടോ. ഇവരൊക്കെ അറിയാം ഇത് പതുക്കെ പോളൂ. എന്നിട്ട് ഹോൺ അടിച്ചിട്ട് എന്തൊരു കാര്യം, ഒരു കാര്യമില്ല. വേണ്ട, ബസ് പോയി. റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് നല്ല ഏരിയാസ് എല്ലാം വരുന്നതായിരിക്കും. നമ്മൾ CPയുടെ അവിടെ എത്തി. ഇവിടെ പ്രാവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ബിസ്ക്കറ്റൊക്കെ പ്രാവിന് ഇട്ട് കൊടുത്താൽ റിച്ച് പ്രാവുകൾ. ഞാൻ വരുമ്പോൾ കഴിക്കുന്ന എല്ലാ പ്രാവശ്യം കഴിക്കുന്ന സമൂസ ചാട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ മാഗി ന്യൂഡിൽസാണ് ഓർഡർ ചെയ്തേക്കണേ. ഇവിടുത്തെ മാഗി ന്യൂഡിൽസിൽ ഇങ്ങനെ ചോളം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും കേട്ടോ. എല്ലാം തവണ വരുമ്പോൾ ഇത് ഇവിടെ തന്നെ കഴിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒരാൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ അങ്ങനെയാണ് കേട്ടോ. ഹായ് ബോയ്. ഹായ്. അതന്നെ ഇവിടെ എൻ്റെ വ്ളോഗ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഇതാണ് ചീസ് മാഗി കേട്ടോ. വളരെ മെയിനായിട്ടാണ്. കിട്ടില്ല സാധനമാണ്. നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉബർ ടാക്സി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉബർ ടാക്സി ഇവിടെ എത്തിയത്. നമുക്ക് കയറാം. ഹലോ, ഗുഡ് മോർണിംഗ്. Hello guys. Hi guys. നാം Aman Rajput. അപ്പോൾ അതെ, ഇത് നമ്മൾ CP വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ടൊന്നല്ല, ഉബർ എടുത്ത് ഈ പെട്ടെന്ന് എത്തണം. അത് കഴിഞ്ഞിട്ട് മെട്രോ കയറി അവിടെ കയറി എത്തുമ്പോഴേക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആവും. ഉബറിന് ഇവിടുന്ന് CPന്ന് പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലേക്ക് 132 രൂപയാണ്. പരിചയപ്പെട്ട് വന്നപ്പോൾ പുള്ളിക്ക് ചാനലുണ്ടെന്ന് പറയാം, ഡ്രീം ക്യാപ്ചർ എന്നാണ്. അപ്പോൾ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ ഡ്രൈവ് പറയണേ. നമ്മൾ വണ്ടി നിർത്തിയില്ലേ, അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് നടക്കാൻ പറഞ്ഞു. ഇവിടേക്കും ഭയങ്കര ക്ലീൻ ഏരിയ ഉണ്ടാ. സദേൺ പാർട്ട് ഓഫ് ഡൽഹിയാണ്. ഇവിടെ എംബസിയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
ഭയങ്കര ക്ലീനാണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഡൽഹീനെ വിലയിരുത്തരുത്. പക്ഷെ പല ഏരിയയിലും ഭയങ്കര ഓവർ പൊല്യൂട്ടഡ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്കും വീഡിയോസിലൊക്കെ ഈ ഡൽഹി കാണിച്ചിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെയാണ് പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ. ഞാൻ എന്തിന് പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പാകിസ്ഥാൻ വിസ നോക്കി കുറേ ഗൂഗിളിലൊക്കെ ഞാൻ തപ്പി ഇവിടുത്തെ നമ്പറിൽ വിളിച്ചിട്ട് ഇവരെടുക്കൊന്നും പോലില്ല. അതുകൊണ്ടാറുണ്ട് നേരിട്ട് വന്നേ. ഞാൻ ഡൽഹി വന്നപ്പോൾ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുണ്ട് വാഗ ബോർഡർ വഴി. അതിന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അവിടെ ഗേറ്റ് നമ്പർ 2 അവിടെ ഒരാളെ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ആൾ പറഞ്ഞ് ഗേറ്റ് നമ്പർ 3 പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതെ ഞാൻ അവിടെ നോക്കി ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ. കുറേ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് വഴിയെ പറയാം. ഞാൻ വന്നൊരു 2 hours വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രാവിലെ 9:30 മുതൽ 10:30 വരെയാണ് സമയം ടോക്കൺ എടുക്കേണ്ടത്. അത് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കൊടുക്കണം. പിന്നെ കുറേ ഇൻഫോർമേഷൻസും കുറേ നമ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ട് പാകിസ്ഥാൻ വിസ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കല്യാൺ മാർഗ് മെട്രോ സ്റ്റേഷനിലെത്തി. എനിക്ക് പറയാനുള്ളത്, ഞാൻ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 15 ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ടോ. അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ നിൽക്കാണ്ടോ. അതായത് അവരുടെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് പാസ്പോർട്ട് അവിടെ കൊടുക്കും. ആ പാസ്പോർട്ട് കൊടുത്തിട്ട് ആ പാസ്പോർട്ടും വിസ അടിച്ചത് കിട്ടി വാഗ ബോർഡർ വഴിയാണ് ഇവർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ഹിന്ദു റിലീജിയനിൽ പെട്ട ഒരു ലേഡിനെ ഞാൻ പരിചയപ്പെട്ടു. അവരെ കല്യാണം കഴിച്ചേക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. 2017 അങ്ങോട്ട് കല്യാണം കഴിഞ്ഞു. ഈ 2024 ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാകിസ്ഥാനിൽ ഹിന്ദുസ് അവിടെ കുറേ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അവർ രാജസ്ഥാനിയാണ് ആ ലേഡി വരുന്നത്. അവരെങ്ങനെ അവിടെ എത്തിയെന്നുള്ള സ്റ്റോറിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കല്യാണം കഴിച്ചു പോയിട്ടും അവർക്ക് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല. അവിടെ കൊടുക്കൂല എന്ന് പറഞ്ഞത്. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ തന്നെയാണ്. അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവിടെ താമസിക്കുക. അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ വെച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുൾ ക്യാമറയാണ്. പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രൈവസിനെ നല്ല രീതിയിൽ ബാധിക്കും. അവർ പോണതിന് അവർക്ക് നല്ല രീതിയിൽ അതൊക്കെ ബാധിക്കും. പിന്നെ അവിടെ വെച്ച് ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറൊരാൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം. ആളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആളിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്, അത് ഈ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ആളുടെ സിസ്റ്ററിൽ പാകിസ്ഥാനിൽ എത്തിയത് എങ്ങനെയാണെന്നൊക്കെയും ആൾ പറഞ്ഞു തന്നു. അത് വലിയൊരു സ്റ്റോറി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി ആ സ്റ്റോറി കേട്ടപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ പാർട്ടീഷൻ ആളുടെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അവർ ടോട്ടലി 6 members ഉണ്ട്. അവർ 2 പേര് ഇവിടെ ഇന്ത്യയിൽ നിന്നും ബാക്കി 4 പേര് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തേ. അപ്പോൾ ആൾ ഇവിടെ വിചാരിച്ചു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ആളുടെ സിസ്റ്റർ അവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരാളത്തെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ആൾ പറഞ്ഞു അത് വലിയൊരു സ്റ്റോറിയാണ്, ഇതൊന്നും പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ പേരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പാകിസ്ഥാൻ സേഫ് ആണല്ലോ. അവരെന്നെ പറയുന്നുണ്ട് ഇറ്റ്സ് വെരി സേഫ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യൻസിന് പാകിസ്ഥാനിലേക്ക് പോകാൻ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത്. അവർ പോണത് ഈ കറാച്ചി, ഹൈദരാബാദ്, അതായത് പാകിസ്ഥാനിലൊരു ഹൈദരാബാദ് ഉണ്ട്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലേക്ക് പോയി അവർ കുറേ ഏജൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് വിസ കിട്ടുമോ നോക്കാം. കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പാകിസ്ഥാൻ ട്രിപ്പ് അടിക്കുന്നതായിരിക്കും. ഞാൻ പാകിസ്ഥാൻ എന്ന രീതിയിലല്ല കാണുന്നത്. ഞാൻ പണ്ടത്തെ ഇന്ത്യ, അതായത് ബിഫോർ പാർട്ടീഷനിലെ ഇന്ത്യ, കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അതൊക്കെയും കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് എവിടെയെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുന്നു. ആ കച്ചിത്തിരുമ്പ് മതി നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടി. കാരണം യാത്ര അങ്ങനെയാണ്. നമ്മുടെ യാത്ര സത്യമുള്ളതാണെങ്കിൽ അടിപൊളിയാണ്, നമ്മുടെ കൂടെ നിൽക്കും. ഡൽഹി മെട്രോ കാർഡ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി കാർഡാണ്. അങ്ങനെ നമ്മൾ കരോൾബാഗ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. മെട്രോയുടെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് ആ സെക്യൂരിറ്റി പറഞ്ഞു. പണ്ട് എടുക്കാൻ പാടില്ലെങ്കിലും ഞാൻ എടുക്കായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. കാരണം നിയമം അറിയുന്ന ഞാൻ തന്നെ അതുപോലെ ചെയ്തത് മോശപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയാറുണ്ട്. ഞാൻ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ ഇതാണ് കരോൾബാഗ്. കരോൾബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സരോജിനി നഗറിൻ്റെ പോലത്തെ ഒരു സ്റ്റേഷനാണ്. ഇത് ഈ ജാക്കറ്റ് 500 രൂപയ്ക്കും വരുന്നുള്ളൂ കേട്ടോ. ഈ ജാക്കറ്റ്സ് വിൻ്റർ സീസണാണ്. അപ്പോൾ ഈ 500 രൂപ എന്ന് പറയുന്നത് 10-300 രൂപയ്ക്ക് കിട്ടും. വില പേശി കഴിഞ്ഞാൽ അടിപൊളി ജാക്കറ്റാണ് കേട്ടോ. ഇവിടെ ഷൂവും കാര്യങ്ങളെല്ലാം കിട്ടും. US പോളോയുടെ ഷൂ, പ്യൂമയുടെ എല്ലാ ഷൂ കാര്യങ്ങൾ 10-300 രൂപ ഉണ്ടാവുള്ളൂ. ഇവിടെ വില പേശലായിരുന്നു കേട്ടോ.
അപ്പോൾ എനിക്ക് ഈ സോക്സ് വേണം ബുള്ളൻ. ഇവൻ 150 പറഞ്ഞു, ഞാൻ 100 പറഞ്ഞു. 100 ഉണ്ടാവില്ല, അതിനൊക്കെ കുറവാണ്. രണ്ടാൾ പറഞ്ഞു 150, 200, അവസാനം 100. ബാർഗെയിൻ, നീ സക്സസ്. ഇവിടെ അടിപൊളി പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. വില പേശണതിനനുസരിച്ചിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. നമ്മുടെ ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, തെർമൽസും. പിന്നെ ഇവിടെ ജീൻസും കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടുന്ന് വാങ്ങിക്കുന്ന ജീൻസ് ഒരുവിധം നല്ല ജീൻസുകളായിരിക്കും കേട്ടോ, കരോൾ ബാഗിന്. ബാക്കിയുള്ളവർക്ക് വാങ്ങിക്കുന്നത് ബാഡ് ജീൻസാണ്. ഇത് ഫിക്സഡ് പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വില പേശിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. നല്ല ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എൻ്റെ കിളി പോവാണ്. ഡ്രസ്സുകൾ വാങ്ങിക്കണം, നാളെ വാങ്ങിക്കാമെന്നുള്ളൂ. ഞാൻ ഡൽഹിയിൽ നേരത്തെ എത്തിയതിൻ്റെ ഉദ്ദേശം ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാൻ വിസയുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി വന്നതാണ്. കാരണം എനിക്കത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാരണം ഞാൻ വന്നേ. പക്ഷേ എനിക്ക് അവിടെ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാകിസ്ഥാൻ വിസ എടുത്ത കുറേ വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി, അവരുടെ ജീവിതാനുഭവങ്ങൾ അറിയാൻ പറ്റി. കൂടാതെ തന്നെ അവിടെ നിന്ന് കുറേ കോൺടാക്ട്സ് കിട്ടി. അത് തന്നെ ഏറ്റവും ഭാഗ്യം. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ലിങ്കുകൾ കിട്ടുള്ളൂ, അതിൽ നമ്മൾ പിടിച്ചു തരണം യാത്രയിൽ. എന്തിനായിട്ടാ ഹോൺ അടിക്കണേ? എന്താ അവസ്ഥയാണ് നോക്ക്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത് എന്തിനാണെന്ന് അറിയോ? ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ മാർക്കറ്റ് ഉണ്ട്, അതായത് BMW ബെൻസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ BMW ബെൻസ് അതർ സ്റ്റേറ്റ് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അവർക്ക് എത്രയ്ക്ക് കിട്ടുന്നു, അവരെത്രയ്ക്ക് കൊടുക്കണേ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്കിവിടെ S ക്ലാസ് വരുന്നുണ്ട്, C ക്ലാസ് വരുന്നുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് 15 ലക്ഷം രൂപയാണ് കേട്ടോ പറയണേ ഈ C ക്ലാസ്സിന്. സേ ഹായ്, യുവർ നെയിം? Rahul. അപ്പോൾ ആളുടെ കമ്പനിയാണോ ഓട്ടോ ഹോം? ഈ വണ്ടിയുടെ ഉള്ളിൽ കണ്ണാടി ചില്ല് പോലത്തെ ഉള്ളാണ്ടോ. കുറേ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നിനും ഗ്യാരണ്ടി പറയണില്ല, നിങ്ങൾ ഇവിടെ വന്ന് എടുക്കണം എന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചതി എപ്പോൾ വേണേലും പെടാം. കാറിനെ കുറിച്ച് അറിയുന്നവർ മാത്രമേ എടുത്താൽ മതി, അല്ലെങ്കിൽ പണി വാളും. ആ C ക്ലാസ്സിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയാണ്, പക്ഷേ അതിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളല്ലാണ്ട് ഒരു 15 ലക്ഷമൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത ഒരു 12-നൊക്കെ കൂളായിട്ട് കിട്ടും. 2015 മോഡലാണ്. 55,000 രൂപ. ഇത് 55,000 അതൊക്കെ വന്ന് ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ കടയിലൊന്ന് കയറി കേട്ടോ. ഇത് വണ്ടിയുടെ ആക്സസറീസ് വിൽക്കുന്ന കടയാണ്. അവിടെ ഒരാളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2015 C ക്ലാസ് നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ വില 55,000 കിലോമീറ്റർ ഓടിയത് ബിലോ 12 lakhs അത്രയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത്ര രൂപയൊക്കെയാണ് ഡൽഹിയിലേക്കും വരുന്നത്. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഓടിച്ചാടി ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വണ്ടി വിൽക്കുന്നത് അവരിവിടെ വന്ന് ഇത് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് അവർക്ക് കൊടുക്കണമല്ലോ. പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ് ആണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 15 to 16, 17 lakhs ആണ് ബെൻസ് C ക്ലാസ്സിനൊക്കെ വരുന്നത്. 2015 മോഡൽ 55,000 ഒക്കെ ഓടിയത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് വണ്ടികളെ കുറിച്ച് അവിടേക്ക് ചെന്നത്. ഇനി മുതൽ അടിപൊളി ട്രാവൽ വീഡിയോസാണ് അടുത്തൊക്കെ വരാൻ പോണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ കൂടി കാണുക. ബൈ.